വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ബെറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി തയ്യാറാക്കാം. നമ്മുടെ എപ്പോഴും കേൾക്കുന്ന ഒരു കറിയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള കറിയാണ്. കേരളീയർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറികളിൽ ഒന്നാണ്. ടൊമാറ്റോ റോസ്റ്റ് അല്ലെങ്കിൽ തക്കാളി ഫ്രൈ എന്നും പറയാറുണ്ട്. ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇതിൻ്റെ മെയിൻ പണിയെന്ന് പറയുന്നത് കട്ടിംഗ് ആണ്. ഇതിന് സവാളയും തക്കാളിയും ഒക്കെ കുറച്ച് കൂടുതൽ വേണ്ടി വരും. അത് കട്ട് ചെയ്തെടുക്കണം, വളരെ തിന്നായിട്ടും കട്ട് ചെയ്തെടുക്കണം. കുക്കിംഗ് ടൈമും കുറച്ച് കൂടുതലാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നൊരു കുഴപ്പവും കൂടെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വലിയ 2 സവാള തിന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും സവാള എടുക്കുന്നതിൻ്റെ ഡബിളാണ് തക്കാളി എടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. കാരണം സവാള നമ്മൾ 2 എണ്ണം കുറച്ച് കൂടുതൽ അരിഞ്ഞ് വരുമ്പോൾ കാണുമെങ്കിലും ഇത് വഴറ്റിയെടുക്കുമ്പോൾ വളരെ കുറയും. തക്കാളിയുടെ ടേസ്റ്റ് ആയിരിക്കണം ഇതിൽ ഡോമിനൻ്റ് ആയിട്ട് വരേണ്ടത്. പിന്നെ വേണ്ടത്, ഇതിനകത്ത് ഗരം മസാലയുടെ ഫ്ലേവർ ഒട്ടും ചേരത്തില്ല. അങ്ങനെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊന്നും ചേർത്താൽ അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടത്തുമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ഇതിന് സ്വാദ് കുറയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് വെളുത്തുള്ളി 1-2 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ഇതിനകത്ത് ചേർക്കുന്നത്. നമ്മൾ ചതച്ച് ചേർക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ സ്ട്രോങ് ആയിട്ട് തോന്നും. അതുകൊണ്ട് 1-2 വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം. 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എരിവിനനുസരിച്ച് മുളക് പൊടി. ഈ കറിക്ക് കുറച്ച് സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ഈ അളവിന് മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതലായിട്ടുള്ളവർക്ക് അളവ് കുറയ്ക്കാം. പിന്നെ 4 ടീസ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിയിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ കറി ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ തക്കാളിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയാണ് ഈ കറി തയ്യാറായി കിട്ടുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന തക്കാളി അധികം പുളിയില്ലാതെ നല്ല പഴുത്ത ഇങ്ങനെ ചുമന്ന തക്കാളി ആയിരിക്കണം. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. അല്ലാത്ത തക്കാളിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ എനിക്ക് തന്നെ 1 തക്കാളി ഈ രീതിയിലുള്ളതും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, തക്കാളിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കും. ഒരുപാട് പുളിയാണെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ മുളക് പൊടിയുടെ അളവ് കുറച്ച് കൂടുതലായിട്ട് ചേർക്കും. അല്ല എങ്കിൽ 1 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ടൊമാറ്റോ സോസ് നമ്മൾ ചേർക്കുമ്പോൾ ഈ കറിയുടെ തനതായ രുചിയിൽ കുറച്ച് വ്യത്യാസം വരും. പക്ഷേ നമുക്ക് ഈ തക്കാളിയാണ് കിട്ടുന്നതെങ്കിൽ അത് ഉപയോഗിച്ചും ഏകദേശം ഇതുപോലെ ഒരു രുചിയാക്കി നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഒരു പാൻ ചൂടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള പകുതി കറിവേപ്പിലയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളറായിട്ട് മാറിക്കിട്ടണം. പക്ഷേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ ക്രിസ്പി പോലെ ആയി വരും. അങ്ങനെ ആയി കിട്ടരുത്. നമുക്കിത് അടച്ച് വെച്ച് വേണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കിട്ടുമ്പോൾ പെട്ടെന്ന് ഇത് വാടിക്കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഇങ്ങനെ വാടിക്കിട്ടണം. അതുവരെ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. സവാള ഈ കറിക്ക് ആവശ്യമുള്ള രീതിയിൽ വഴറ്റിയെടുക്കാനായിട്ട് ഏകദേശം 10-12 മിനിറ്റ് വേണ്ടി വരും. ഏകദേശം ഷെയ്ഡ് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ തക്കാളിയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരും. അതിനുശേഷമാണ് നമുക്ക് ഈ പൊടികളെല്ലാം ചേർക്കാൻ. തക്കാളി ഒരു പകുതി വേവായിട്ടുണ്ട്. കുറച്ചൊന്ന് ലൂസായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് ഇത് 1-2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ ഫ്ലേവറെല്ലാം തക്കാളിയിലും സവാളയിലൊക്കെ നന്നായിട്ട് പിടിക്കണം, പുകഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് 1-2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കത് 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. 4 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പ് തുറന്ന് കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ഒരു 4 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് ലാസ്റ്റ് ചെയ്യുമ്പം കറിക്ക് ടേസ്റ്റ് കുറച്ചും കൂടെ നന്നായിട്ട് വരും. കാരണം ഈ പൊടിയുടെ ഫ്ലേവറെല്ലാം കുറച്ചും കൂടെ ഇറങ്ങി ഇതിനകത്തുള്ള വെള്ളമെല്ലാം ഒരുപാട് ഡ്രൈ ആയി. നമ്മൾ അടച്ചു വെക്കുന്നത് കൊണ്ട് ആ ഒരു ചെറിയൊരു ഈർപ്പവും കാണും. നമ്മൾ ഓപ്പണായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നും. ഇത് നല്ലൊരു സോഫ്റ്റായിട്ട് നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് ഈ തക്കാളി കറി കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കറി തയ്യാറാക്കുമ്പോൾ ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, സാധാരണ കറി തയ്യാറാക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി സവാളയും തക്കാളിയും കൂടെ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള അത്രയും കറി കിട്ടത്തുള്ളൂ. കാരണം ഇത് നന്നായിട്ട് വഴറ്റി വരുമ്പം ക്വാണ്ടിറ്റി വളരെ കുറയും. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. Thank you for watching my video.